ആകാശവാണി വാർത്താ വീക്ഷണം. ശുഭസൂചകമായി ആക്സിയം മിഷൻ, ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അരവിന്ദ്. ഐതിഹാസികമായ ആക്സിയം 4 ദൗത്യത്തിലൂടെ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് ഇന്ത്യ നിർണായക അധ്യായം കുറിച്ചിരിക്കുകയാണ്. ആക്സിയം 4 മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുകയും പ്രവേശിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല. ആക്സിയം ദൗത്യത്തിലൂടെ ശുഭാംശു ശുക്ലയും സംഘവും വ്യാഴാഴ്ചയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. 2 ആഴ്ച ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട 4-അംഗ സംഘം 60ഓളം പരീക്ഷണങ്ങൾ നടത്തും. തുടർന്നാണ് മടക്കം. ഇന്ത്യയ്ക്ക് ഇത് ചരിത്ര നിമിഷമായിരുന്നു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തി. നാസയുടെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. കഴിഞ്ഞ 9 മാസത്തോളമായി നാസയിലും സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിലും പരിശീലനം നടത്തിവരികയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. മുൻ നാസ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സനാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഡ്രാഗൺ പേടകത്തിന്റെ പൈലറ്റാണ് ശുഭാൻശു ശുക്ല. പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നിയേവ്സ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പുവും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി പ്രവർത്തിക്കുന്നു. ആക്സിയം ദൗത്യവുമായി അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ജൂൺ 25-ന് 12:01 പറന്നുയർന്ന സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് 28 മണിക്കൂർ പിന്നിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയത് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 തൊട്ടടുത്ത ദിവസം ഏകദേശം 28 മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് യാത്രികർ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് നിലയത്തിലേക്ക് പ്രവേശിച്ചത്. ബഹിരാകാശ നിലയത്തിലുള്ളവർ യാത്രികരെ സ്വീകരിച്ചു. ബഹിരാകാശ പേടകത്തെ റഡാർ സംവിധാനങ്ങൾ, ആന്റിനകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത്. മെയ് 29-ന് നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവച്ചിരുന്നു. പിന്നീട് 5 തവണ കൂടി വിക്ഷേപണം നിശ്ചയിച്ചെങ്കിലും മാറ്റേണ്ടി വന്നു. $60 ദശലക്ഷം ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൗത്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാൻശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സംവദിച്ചു. ശുഭാംശു, താങ്കളിപ്പോൾ ഭാരതഭൂമിയിൽ നിന്നും വളരെ അകലെയാണെങ്കിലും ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും സമീപത്താണ്. 140 കോടി ഇന്ത്യക്കാരുടെ വികാരങ്ങളും എന്നോടൊപ്പമുണ്ട്. താങ്കളുടെ യാത്ര ഒരു പുതിയ യുഗത്തിന്റെ ശുഭകരമായ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു, പ്രധാനമന്ത്രി പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണെന്ന് ശുഭാംശു അറിയിച്ചു. ഈ യാത്ര എന്റേതു മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റേതു കൂടിയാണ്. ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും ബഹിരാകാശത്തെ രാജ്യത്തിന് സ്വന്തം സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും ശുഭാംശു പറഞ്ഞു. 14 ദിവസങ്ങൾ ആവേശകരമായിരിക്കും എന്ന സന്ദേശമാണ് നിലയത്തിൽ പ്രവേശിച്ച സമയത്ത് ശുഭാംശു ശുക്ല അയച്ചത്. ഭൂമിയെ ISS-ൽ നിന്ന് കണ്ട ചുരുക്കം ചിലരിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ശുഭാംശു പറഞ്ഞു. നിലയത്തിലെത്തിയതോടെ കൂടുതൽ ആത്മവിശ്വാസം നേടാനായി. 14 ദിവസത്തെ ദൗത്യം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ശാസ്ത്രത്തിലും ഗവേഷണത്തിലും പുരോഗതി കൈവരിക്കാനാകുമെന്ന് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് ശുഭാംശു ശുക്ല അറിയിച്ചു. ശുഭാംശുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിലാണ് ശുഭാംശു ശുക്ല പരീക്ഷണങ്ങൾ നടത്തുന്നത്. ISRO-യും ബയോടെക്നോളജി വകുപ്പും സഹകരിച്ചാണ് പരീക്ഷണങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതിക്ക് ഇത് സുപ്രധാന നാഴികക്കല്ലാണ്. റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിലും പിന്നീട് ബംഗളൂരുവിലെ ISRO-യുടെ ബഹിരാകാശ യാത്രിക പരിശീലന കേന്ദ്രത്തിലും ശുഭാംശു ശുക്ല കഠിനമായ പരിശീലനം നേടിയിരുന്നു. മൈക്രോ ആൽഗകളിൽ മൈക്രോഗ്രാവിറ്റിയുടെയും ബഹിരാകാശ വികിരണത്തിന്റെയും സ്വാധീനം പരിശോധിക്കുന്നതിനായി ഇന്ത്യയിലെ ബയോടെക്നോളജി വകുപ്പാണ് കിറ്റ് രൂപകൽപ്പന ചെയ്തത്. ISS-ൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ബഹിരാകാശത്തിലെ പുതിയ സാധ്യതകൾക്കും ഭൂമിയിലെ നൂതന സംരംഭങ്ങൾക്കും നിർണായക സംഭാവനകൾ നൽകാൻ പര്യാപ്തമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂഡൽഹിയിലെ ജനിതക എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി അന്താരാഷ്ട്ര കേന്ദ്രവും ബ്രിക് നിബ്ജറും വികസിപ്പിച്ചെടുത്തതാണ് ആദ്യ പരീക്ഷണം. ബഹിരാകാശത്തിലെ റേഡിയേഷൻ, മൈക്രോഗ്രാവിറ്റി എന്നിവ ആൽഗയുടെ വളർച്ചയിലും പോഷക ഘടകങ്ങളിലും എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഫലം ഭാവിയിലെ സ്പേസ് ഫാമിങ്ങിനും പോഷകാഹാര പദ്ധതികൾക്കും വലിയ സഹായമാകും. ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ജീവൻ നിലനിർത്തുന്നതിന് നിർണായകമായ ജൈവ വസ്തുതകൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പുനരുപയോഗ സാധ്യത എന്നിവയെക്കുറിച്ചും പഠനം നടത്തും.
UAS ധാർവാഡും IIT ധാർവാഡും സംയുക്തമായി വികസിപ്പിച്ച രണ്ടാമത്തെ പരീക്ഷണം ബഹിരാകാശത്ത് ചെറുപയർ, ഉലുവ തുടങ്ങിയ വിത്തുകളുടെ മുളയ്ക്കലും പോഷക സാധ്യതകളും പര്യവേക്ഷണം ചെയ്യുന്നു. ബഹിരാകാശ യാത്രികർക്ക് പോഷക സമ്പുഷ്ടവും ഔഷധമേന്മയുമുള്ള ഭക്ഷണങ്ങൾ വികസിപ്പിക്കാൻ ഈ പഠനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്രോഗ്രാവിറ്റിയിലെ പേശികളുടെ പുനരുജ്ജീവനമാണ് മൂന്നാമത്തെ പരീക്ഷണം. ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ മനുഷ്യന്റെ പേശികൾ എങ്ങനെ ദുർബലമാകുന്നു, അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ചുള്ള പഠനമാണിത്. പേശി വളർച്ചയ്ക്ക് സഹായകമായ ജൈവ സംയുക്തങ്ങൾ പരീക്ഷിച്ചുകൊണ്ടാണ് പഠനം നടക്കുന്നത്. ഭൂമിയിലെ രോഗികൾക്കുള്ള പുനരധിവാസ ചികിത്സകളെക്കുറിച്ചും ഇതിന്റെ കണ്ടെത്തലുകൾ സൂചന നൽകിയേക്കാം. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തയ്യാറാക്കിയ നാലാമത്തെ പദ്ധതിയിൽ സൂക്ഷ്മജീവികളുടെ അതിജീവനത്തെയും പുനരുൽപാദനത്തെയും കുറിച്ച് പഠനം നടത്തും. അവയുടെ ജീവവായു പ്രവർത്തനങ്ങൾ, പുനർജനനം, DNA മാറ്റങ്ങൾ എന്നിവയാണ് പഠിക്കുക. ഇത് ഭാവിയിലെ സ്പേസ് ലൈഫ് സിസ്റ്റം ഗവേഷണത്തിന് അടിസ്ഥാനമാകും. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുമായി ബഹിരാകാശ യാത്രികർ എങ്ങനെ ഇടപഴകുന്നു എന്നതിലാണ് അഞ്ചാമത്തെ പരീക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉപയോഗക്ഷമതയും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനായി ഭാവിയിലെ ബഹിരാകാശ ക്യാബിനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ പഠനം മികച്ച തുടക്കമാണ്. ബഹിരാകാശത്ത് നൈട്രജൻ സ്രോതസ്സായി യൂറിയ ഉപയോഗിച്ചുള്ള നാനോ ബാക്ടീരിയയുടെ വളർച്ചയാണ് ആറാമത്തെ പരീക്ഷണം. കാർബണും നൈട്രജനും പുനരുപയോഗം ചെയ്യാനുള്ള സയനോ ബാക്ടീരിയയുടെ കഴിവ് പരിശോധിക്കും. ബഹിരാകാശത്ത് സ്വയം പര്യാപ്തമായ ഓക്സിജൻ ഉൽപാദന സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇത് സഹായകരമാവുക. ഇത് ICGEBയും ഡൽഹിയിലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന പരീക്ഷണമാണ്. അവസാനത്തെയും സുപ്രധാനവുമായ പരീക്ഷണത്തിൽ നെല്ല്, പയർ, എള്ള്, വഴുതന, തക്കാളി എന്നിവയുടെ വിത്തുകൾ ബഹിരാകാശത്ത് എങ്ങനെ മുളയ്ക്കുന്നു, വളരുന്നു എന്ന് പരിശോധിക്കുകയാണ്. ഈ ഗവേഷണം ബഹിരാകാശ കൃഷിക്കും ഭൂമിയിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകളുടെ വികസനത്തിനും വഴിയൊരുക്കും. ഇത് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. ഈ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ISROയും വിവിധ കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്ന് വിശകലനം ചെയ്യും. ദീർഘദൂര ബഹിരാകാശ മിഷനുകൾക്കും ദീർഘകാല വാസ പദ്ധതികൾക്കും ഇവ വലിയ സംഭാവന നൽകും. 1984 ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മയുടെ പാത പിന്തുടർന്ന ആഗോള ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന പങ്ക് ഗഗൻയാൻ ദൗത്യത്തിലൂടെ ശക്തിപ്പെടുകയാണ്. ഈ ദൗത്യത്തിലൂടെ ആഗോള ബഹിരാകാശ സമൂഹത്തിൽ ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇനി ലോഞ്ച് പാഡിൽ മാത്രമായി പരിമിതപ്പെടുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരതിന്റെയും വിശ്വബന്ധു ഭാരതത്തിന്റെയും അന്തസത്ത പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൗത്യമെന്ന് സുപ്രധാന നേട്ടത്തെ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആക്സിയം 4 ദൗത്യം പതിറ്റാണ്ടുകളായി ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ നടത്തുന്ന ഇന്ത്യയ്ക്ക് ഐതിഹാസിക നേട്ടമാണ്. ഗഗൻയാൻ പദ്ധതിയിലൂടെ സ്വന്തം നിലയിൽ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ശ്രമങ്ങളുമായാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ബഹിരാകാശത്ത് സുസ്ഥിരമായ ജീവിതത്തിനും ഭൂമിയിലെ പ്രതിരോധശേഷിയുള്ള ആവാസ വ്യവസ്ഥയ്ക്കും ഈ പരീക്ഷണങ്ങൾ പുതിയ വാതായനങ്ങൾ തുറന്നു നൽകും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.